വിവാഹം കഴിക്കുവാൻ വധുവിനെ വിൽക്കുന്ന മാർക്കറ്റോ? അതെ, ബൾഗേറിയയിലെ വധുവിനെ വിൽപ്പനയ്ക്കുള്ള മാർക്കറ്റ്. കലൈജി റോമ പാരമ്പര്യം. ബൾഗേറിയയിലെ വിവാദപരമായ വധുവിനെ വിൽപ്പനയ്ക്കുള്ള മാർക്കറ്റ് യൂറോപ്പിലെ റോമ ജനസംഖ്യയുടെ ഒരു ഉപവിഭാഗമായ കലൈജി റോമ സമൂഹം പ്രധാനമായും ആചരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്നു. സാങ്കേതികമായി നിയമവിരുദ്ധമാണെങ്കിലും ആധുനിക യൂറോപ്പിലെ ഏറ്റവും പ്രാകൃതവും എന്നാൽ പ്രശ്നകരവുമായ ആചാരങ്ങളിൽ ഒന്നായി ഈ ആചാരം നിലനിൽക്കുന്നു. സാംസ്കാരിക പൈതൃകം, ദാരിദ്ര്യം, ലിംഗ അസമത്വം എന്നിവയുടെ വിഭജനം ഇവരെടുത്തു കാണിക്കുന്നു. ടിം സ്മിത്തുകൾ അല്ലെങ്കിൽ ബോയിലർ നിർമ്മാതാക്കൾ എന്നാണ് കലൈജി എന്ന പേരിന്റെ അർത്ഥം. ബൾഗേറിയയിൽ ഏകദേശം 18,000 അംഗങ്ങളുള്ള ഒരു അർദ്ധനാടോടികളായ റോമ ഗ്രൂപ്പുകളാണിത്. ചരിത്രപരമായി അവർ 12ഉം 14ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ബൾഗേറിയയിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും കുടിയേറി. പരമ്പരാഗതമായി കലങ്ങൾ, ചട്ടികൾ, കോൾഡ്രോണുകൾ തുടങ്ങിയ ചെമ്പ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും നന്നാക്കുകയും വ്യാപാരം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തി. ഇന്ന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും കടുത്ത വിവേചനം നേടുന്നവരുമായ റോമക്കാരല്ലാത്ത ബൾഗേറിയക്കാരിൽ 59 മുതൽ 80% പേരും നിഷേധാത്മക വീക്ഷണങ്ങൾ പുലർത്തുന്നവരാണ്. കലൈജികൾ ഗ്രൂപ്പ് ഐഡന്റിറ്റി നിലനിർത്തുന്നതിന് അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടുതലായി ആശ്രയിക്കുന്നു. വിവാഹിതരായ യുവാക്കൾ തമ്മിലുള്ള വിവാഹത്തിനു മുമ്പുള്ള ബന്ധം, ഡേറ്റിംഗ് അല്ലെങ്കിൽ പ്രണയ ഇടപെടൽ എന്നിവ കർശനമായി നിരോധിക്കുന്ന പരമ്പരാഗത പെരുമാറ്റ ചട്ടങ്ങളുമായി കലൈജി കർശനമായ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിശ്വാസം ആചരിക്കുന്നു. സമൂഹത്തിന്റെ മൂല്യങ്ങളും സമഗ്രതയും സംരക്ഷിക്കുന്നതിനായി മനഃപൂർവ്വം പരിപാലിക്കുന്ന ഈ സാംസ്കാരിക ഒറ്റപ്പെടൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും സാധ്യതയുള്ള വിവാഹ പങ്കാളികളെ കണ്ടുമുട്ടുന്നതിനുള്ള ചുരുക്കം ചില സാമൂഹികമായ സ്വീകാര്യമായ വേദികളിൽ ഒന്നായി വാർഷിക വധുവിപണിയെ മാറ്റിയിരിക്കുന്നു. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ നോമ്പിന്റെ ആദ്യ ശനിയാഴ്ച ബച്കോവ മൊണോസ്ട്രിക്ക് സമീപമുള്ള തെക്കുകിഴക്കൻ ബൾഗേറിയയിലെ ടാരാ സഗോറ പട്ടണത്തെ വധുവിപണി വർഷം തോറും നടക്കുന്നു. കലൈജി റോമ വംശത്തിന്റെ ഏറ്റവും വലിയ വാർഷിക സമ്മേളനത്തെ പ്രതിനിധീകരിക്കുന്ന ഈ ഒത്തുചേരൽ ബൾഗേറിയയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പങ്കാളികളെയും ആകർഷിക്കുന്നു. അതിന്റെ സാംസ്കാരിക പ്രാധാന്യവും വിവാദ സ്വഭാവവും പ്രതിഫലിപ്പിക്കുന്ന സവിശേഷതകളോടുകൂടിയാണ് ഈ പരിപാടി വികസിക്കുന്നത്. 16നും 20നും ഇടയിൽ പ്രായമുള്ള യുവതികൾ, ചിലർ 13 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ളവരായിരിക്കും. ഇവർ നീളമുള്ള വെൽവെറ്റ് പാവാടകൾ, കടുനിറമുള്ള ശിരോവസ്ത്രങ്ങൾ, കഴുത്തിലും വിരലുകളിലും ചെവികളിലും പല്ലുകളിലും ധരിക്കുന്ന ശ്രദ്ധേയമായ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയുള്ള വിപുലമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവരുടെ അമ്മമാർ അഭിമാനത്തോടെ അവരെ അനുഗമിക്കുന്നു. അവരുടെ പെൺമക്കൾ സാംസ്കാരിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ആഘോഷിക്കുന്നു. അവരുടെ അമ്മമാരുടെയും പ്രായമായ സ്ത്രീകളുടെയും പരമ്പരാഗത വസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല ഇളയ പങ്കാളികളും കനത്ത മേക്കപ്പും ഇറുകിയ വസ്ത്രങ്ങളുമുള്ള ആധുനികവും തിളക്കമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അന്തരീക്ഷം ഉത്സവാഘോഷത്തെ ഗൗരവമേറിയ ബിസിനസ് ചർച്ചകളായി സംയോജിപ്പിക്കുന്നു. യുവാക്കളും സ്ത്രീകളും തുടക്കത്തിൽ വെവ്വേറെ ഗ്രൂപ്പുകളായി ഒത്തുകൂടുന്നു. കിടക്കിടെ കൈകൊടുക്കുകയും പരസ്പരം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം അമ്മമാരും അച്ഛനും പശ്ചാത്തലത്തിൽ വിവേകപൂർവ്വം തുടരുന്നു. രണ്ട് കക്ഷികളും താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ വധുവിന്റെ വില നിർണ്ണയിക്കുന്ന സങ്കീർണമായ സാമ്പത്തിക ചർച്ചകൾ കുടുംബങ്ങൾ ആരംഭിക്കുന്നു. ഇത് യഥാർത്ഥ വിവാഹ ക്രമീകരണങ്ങൾക്ക് കാരണമാകുന്ന ഒരു രീതിയാണ്. വധുവിന്റെ വില ഈ വിപണികളുടെ ഏറ്റവും സാമ്പത്തികമായി പ്രാധാന്യമുള്ള വശത്തെ പ്രതിനിധീകരിക്കുന്നു. ചർച്ചാവലികൾ സാധാരണയായി 10,000 മുതൽ 50,000 ബൾഗേറിയൻ ലവുകൾ വരെയാണ്. ഇത് ഏകദേശം 6 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്.
ഇതൊരു വർഷത്തെ ശരാശരി ബൾഗേറിയൻ വേതനത്തെ പ്രതിനിധീകരിക്കുന്ന കണക്കുകളാണ്. 2012 വധുക്കളുടെ വില 10,000 മുതൽ 20,000 ലെവുകൾ വരെയായിരുന്നു. പ്രതിസന്ധിക്ക് മുമ്പുള്ള വിലകൾ ചിലപ്പോൾ 1,00,000 ലെവുകൾ വരെ എത്തിയിരുന്നു. പല ഘട്ടങ്ങളും ഈ വിലകളെ സ്വാധീനിക്കുന്നു. ഒരു വധുവിന്റെ കന്യകത്വം പരമപ്രധാനമാണ്. സ്ഥിരീകരിച്ച കന്യകത്വത്തിന് ഉയർന്ന വിലകൾ നൽകുന്നു. ശാരീരിക ആകർഷണം മൂല്യനിർണ്ണയങ്ങളെ സാരമായി ബാധിക്കുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചർച്ചകൾ പ്രകാരം പ്രത്യേകിച്ച് സുന്ദരിയായ വധുക്കൾക്ക് 13,000 മുതൽ 21,000 യൂറോ വരെ ലഭിക്കും, പ്രത്യേകിച്ച് നീലക്കണ്ണുള്ളവർക്ക്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ നീലക്കണ്ണുകൾ ബൾഗേറിയയിൽ താരതമ്യേന അപൂർവമാണ്. ഇത് ഒരു വധുവിന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നു, കാരണം ഈ സ്വഭാവം കൂടുതൽ സൗന്ദര്യവും അഭിലഷണീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേരെ മറിച്ച് പ്രായമായ പെൺകുട്ടികൾക്കോ കന്യകകളല്ലാത്തവർക്കോ ഗണ്യമായ കുറഞ്ഞ വില മാത്രമേ ലഭിക്കൂ, ചിലപ്പോൾ 500 ലെവസ് വരെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ചില കലേജി കുടുംബങ്ങൾ പാട്ടകാലാവധി ക്രമീകരണങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വരന്റെ കുടുംബം പ്രാരംഭ ഗഡു സാധാരണയായി 1000 ലെവസ് ഉടനടി നൽകുകയും ബാക്കി തുക വിവാഹ ചടങ്ങിന് ശേഷം നൽകുകയും ചെയ്യുന്നു. പരമ്പരാഗതമായി കലേജി 16-നും 20-നും ഇടയിൽ പ്രായമുള്ള പെൺമക്കളെ വിവാഹം കഴിപ്പിക്കുന്നു. എന്നിരുന്നാലും രേഖപ്പെടുത്തിയ കേസുകളിൽ 13 മുതൽ 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ പോലും വധുചന്തകളിൽ പങ്കെടുക്കുന്നതായി കണക്കാക്കുന്നു. പെൺമക്കളുടെ കന്യകത്വം സംരക്ഷിക്കുന്നതിനും പ്രണയ താൽപ്പര്യങ്ങൾ കുടുംബ ബഹുമാനത്തിന് ഭീഷണിയാവുന്നത് തടയുന്നതിനും കലേജി 15 വയസ്സിലോ അതിനു മുമ്പോ മിക്ക കേസുകളിലും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് സാധ്യതയുള്ള കമിതാക്കളുമായുള്ള അവരുടെ ഇടപെടൽ തടയുന്നു. അവർ പ്രണയിക്കപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു. ഈ വിദ്യാഭ്യാസ തടസ്സം ആഴത്തിലുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ബൾഗേറിയൻ റോമ സ്ത്രീകളിൽ 10% മാത്രമേ സെക്കൻഡറി വിദ്യാഭ്യാസം നേടുന്നുള്ളൂവെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. 5-ൽ ഒരാൾ നിരക്ഷരരാണ്. ഏകദേശം 80% പേർ വിട്ടുമാറാത്ത തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു. ആദ്യകാല സ്കൂൾ പിൻവലിക്കൽ ദാരിദ്ര്യത്തിന്റെയും ആശ്രയത്വത്തിന്റെയും ചക്രങ്ങൾ നിലനിർത്തുന്നു. അതേസമയം പെൺകുട്ടികളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും ഭാവി അവസരങ്ങളെയും കർശനമായി പരിമിതപ്പെടുത്തുന്നു. ബൾഗേറിയയുടെ നിയമ ചട്ടക്കൂട് ഈ രീതികളെ വ്യക്തമായി നിരോധിക്കുന്നു. 2006 ബൾഗേറിയൻ ഫാമിലി കോഡിന്റെ ആർട്ടിക്കിൾ 6 പ്രകാരം ഏറ്റവും കുറഞ്ഞ നിയമപരമായ വിവാഹപ്രായം 18 വയസ്സാണ്. 16-ാം വയസ്സിൽ നടക്കുന്ന സാധാരണമായ വിവാഹങ്ങൾക്ക് പ്രാദേശിക കോടതി അംഗീകാരത്തോടെ സാധാരണയായി ഗർഭധാരണം, വിവാഹത്തിനു മുമ്പുള്ള സഹവാസം അല്ലെങ്കിൽ പ്രസവം എന്നിവ മൂലം അനുവദിക്കാമെങ്കിലും ഈ പരിധിക്ക് താഴെയുള്ള വിവാഹങ്ങൾ നിയമവിരുദ്ധമായി തുടരുന്നു. നിർണായകമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വധുവിപണികൾ എന്ന് വിളിക്കുന്നത് നിയമപരമായി അംഗീകാരമില്ലാത്ത, സാങ്കേതികമായി രജിസ്റ്റർ ചെയ്യാത്ത സഹവാസങ്ങളെയാണെന്ന് ബൾഗേറിയൻ സർക്കാർ വ്യക്തമാക്കുന്നു. ഔദ്യോഗിക രജിസ്ട്രേഷന് പുറത്ത് സംഭവിക്കുന്ന ഈ അനൗപചാരിക യൂണിയനുകൾ കുട്ടികളുടെ സംരക്ഷണ നിയമങ്ങളുടെ ലംഘനമാണ്. 2020 സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള UN കമ്മിറ്റി സംരക്ഷണ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും റോമ സമൂഹങ്ങളിൽ കുട്ടികളുടെ വിവാഹങ്ങളും നിർബന്ധിത വിവാഹങ്ങളും നിലനിൽക്കുന്നതിനെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിച്ചു. നിയമവിരുദ്ധത ഉണ്ടായിരുന്നിട്ടും വിപണികൾ പരസ്യമായി പ്രവർത്തിക്കുന്നത് തുടരുന്നു. 2015 ഒരു റിപ്പോർട്ട് പ്രകാരം ബൾഗേറിയയിൽ ഒരു വർഷത്തിനുള്ളിൽ 18 വയസ്സിന് താഴെയുള്ള 481 പെൺകുട്ടികൾ വിവാഹങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നടപ്പിലാക്കൽ പരിമിതമാണെന്ന് ഈ കാരണങ്ങൾ സൂചിപ്പിക്കുന്നു. വധുവിപണികളുടെ സ്ഥിരത സങ്കീർണമായ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ദരിദ്രരായ കലേജി കുടുംബങ്ങൾക്ക് പെൺമക്കളെ വിവാഹം കഴിപ്പിക്കുന്നത് കുടുംബ ചെലവുകൾ ഇല്ലാതാക്കുന്നതിനും ഗണ്യമായ വരുമാനം പ്രതിനിധീകരിക്കുന്ന വിവാഹ പേയ്മെന്റുകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു സാമ്പത്തിക തന്ത്രത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രത്യേകിച്ച് ബൾഗേറിയയിൽ റോമ സമൂഹങ്ങൾ കടുത്ത ദാരിദ്ര്യ നിരക്ക് അനുഭവിക്കുന്നു.
വേരൂന്നിയ ലിംഗപരമായ റോളുകളും പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങളും വിവാഹത്തിനും മാതൃത്വത്തിനും അപ്പുറം പെൺകുട്ടികളെ നിയന്ത്രിക്കുന്നതിലൂടെ ഈ രീതിയെ ശക്തിപ്പെടുത്തുന്നു. ചരിത്രപരമായ ആഘാതത്തെയും ഈ രീതി പ്രതിഫലിപ്പിക്കുന്നു. ചില ഗവേഷകർ വധുവിലെ പാരമ്പര്യത്തെ പ്രദേശത്തെ ചരിത്രപരമായ അടിമത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വരന്റെ കുടുംബ പേയ്മെന്റ് വിവിധ വ്ലാച്ച് റോമ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു പാരമ്പര്യ രീതിയായി പ്രതിനിധീകരിക്കുന്നു. പങ്കെടുക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വധുവിപണി സ്വയം നിർണയിച്ച ജീവിതത്തിന്റെ ഫലപ്രദമായ അവസാനത്തെ പ്രതിനിധീകരിക്കുന്നു. വിവാഹം അവരുടെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയും സാധാരണയായി വിവിധ തീരുമാനങ്ങളിൽ പരിമിതപ്പെടുന്ന വീട്ടമ്മമാരും അമ്മമാരുമായും അവരെ മാറ്റുകയും ചെയ്യുന്നു. റോമിലെ പെൺകുട്ടികൾ വിവാഹിതരാകുമ്പോൾ ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം, സാമൂഹിക ഒറ്റപ്പെടൽ എന്നിവയുടെ ഉയർന്ന അപകട സാധ്യതകൾ അനുഭവിക്കുന്ന ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിലുണ്ടാകുന്ന ശാരീരിക ആരോഗ്യ സങ്കീർണതകൾക്കൊപ്പം പ്രത്യുൽപാദന ആരോഗ്യത്തെയും വികാസത്തെയും അപകടപ്പെടുത്തുന്നു. വിഷാദം, നിസ്സഹായത, അന്തർലീനമായ മൂല്യവും സ്വയംഭരണ ഭാവിയുമുള്ള വ്യക്തികളെക്കാൾ ഉപഭോഗ വസ്തുക്കളായി പരിഗണിക്കപ്പെടുന്നതിന്റെ വികാരങ്ങൾ എന്നിവയാൽ വൈകാരിക ആഘാതം ഇവരിൽ പ്രകടമാകുന്നു. പാരമ്പര്യത്തിന് ശക്തിയുണ്ടായിരുന്നിട്ടും യുവതലമുറകൾക്കിടയിൽ കാര്യമായ മാറ്റങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ ഒരു നാടകീയമായ പ്രവണത വിപരീതാവസ്ഥ വെളിപ്പെടുത്തുന്നു. 1990കളുടെ മധ്യത്തെ ഏകദേശം 80 റോമകളും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചതിൽ നിന്ന് സമീപകാല പഠനങ്ങൾ നിരക്ക് 30% താഴെയായി കുറയുന്നതായി രേഖപ്പെടുത്തുന്നു. പ്രാഥമികമായി ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായ കുടുംബങ്ങൾക്കിടയിൽ ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യുവറോമകളെ പരമ്പരാഗത അതിരുകൾക്കപ്പുറത്തേക്ക് ബന്ധിപ്പിക്കാനും സ്ഥാപിതമായ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനും ജീവിത സാധ്യതകളെക്കുറിച്ചുള്ള ബദൽ വിവരങ്ങൾ ആക്സസ് ചെയ്യാനും പ്രാപ്തരാക്കി. യുവറോമകൾ കൂടുതലായി ഒളിച്ചോടുകയും മാതാപിതാക്കളുടെ സമ്മതത്തോടെ സ്വന്തം വിവാഹ പങ്കാളികളെ തിരഞ്ഞെടുക്കുകയും വധുവിപണി സമ്പ്രദായത്തെ പൂർണ്ണമായും നിരസിക്കുകയും ചെയ്യുന്നു. യുവാക്കളുടെ വ്യക്തിപരമായ അനുയോജ്യതയിലും സമ്മതത്തിലും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് വധുവിലകൾ കൂടുതൽ പ്രതീകാത്മകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നരവംശാസ്ത്രജ്ഞർ ഗവേഷണത്തിൽ രേഖപ്പെടുത്തുന്നു. ബൾഗേറിയൻ ഹെൽസിംഗ് കമ്മിറ്റി പോലെയുള്ള സംഘടനകൾ നിർബന്ധിത വിവാഹത്തിന്റെ ഇരകൾക്ക് നിയമസഹായം നൽകുന്നു. അതേസമയം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലൂടെ സമൂഹം നൽകുന്ന സംരംഭങ്ങൾ റോമ യുവാക്കളുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ച് ശൈവ വിവാഹത്തിനെതിരായ സന്ദേശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സമ്പ്രദായത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആഗോള ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്ന 2018 ഡച്ച് വെല്ലെ ഡോക്യുമെന്ററി ഉൾപ്പെടെയുള്ള പ്രധാന ഡോക്യുമെന്ററി നിർമ്മാണങ്ങളിലൂടെ വധുവിപണി അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു. വംശീയ സമൂഹങ്ങൾക്കുള്ളിലെ ശൈവ വിവാഹ കേസുകൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കാനും അതിജീവിച്ചവർക്ക് അഭയവും പുനരധിവാസ സേവനങ്ങളും നൽകുന്ന ബൾഗേറിയയുടെ UN കുട്ടികളുടെ അവകാശ സമിതി ശുപാർശ ചെയ്തു. 2020ഓടെ ശൈവ വിവാഹം ഇല്ലാതാകുമെന്ന് 2014 ലണ്ടനിലെ പെൺകുട്ടികളുടെ ഉച്ചകോടിയിൽ ബൾഗേറിയ ഒരു പ്രതിജ്ഞയിൽ ഒപ്പുവെച്ചു. എന്നിരുന്നാലും ഇത് നടപ്പാക്കൽ അപൂർണമായി ഇന്നും തുടരുന്നു. വധുവിപണി പ്രതിഭാസം ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരിക പാരമ്പര്യങ്ങളും ആധുനിക മനുഷ്യാവകാശ മാനദണ്ഡങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ പ്രതിനിധീകരിക്കുന്നു. യുവറോമ തലമുറകൾ സ്വയംഭരണം, വിദ്യാഭ്യാസം, സ്വയം നിർണയിച്ച ഭാവി എന്നിവയ്ക്ക് അനുകൂലമായി നൂറ്റാണ്ടുകളായി നിലനിർത്തിയിരുന്ന ആചാരങ്ങളെ കൂടുതലായി നിരസിക്കുന്നു.